നമ്മൾ രാവിലെ തന്നെ കഴിച്ചുകൊണ്ടിവിടെ ഇറങ്ങിയാണ് കേട്ടോ. ഇന്നലെ 2-3 ചേറാനായി കിട്ടിയത് കൊണ്ട് നമ്മൾ അടുത്ത ടെസ്റ്റിങ്ങിന് ഇറങ്ങിയാണ്. അവിടെ ഏട്ടനും അനിയനുണ്ട് കേട്ടോ. നമ്മളെ പുഴ തന്നെയാണ് നമ്മൾ ഞാഞ്ഞൂറ് കേട്ടോ. ടീച്ചർ എടുക്കണത് വരെയായിട്ട് എടുക്കണത് ഞാഞ്ഞൂറാണ്. പുഴ നല്ല വെള്ളം കയറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ചൂണ്ടിലോട്ട് തുടങ്ങിയിരുന്നു. നമ്മൾ 2 പോൾ റോഡും പിന്നെ ഒരു ഏർ ചൂണ്ടയും നിറഞ്ഞിട്ടേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏർ ചൂണ്ടയ്ക്കുള്ള കുളത്ത് കിട്ടോ. അത് കേട്ടല്ലേ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ കുളത്ത് കെട്ടാൻ അറിയാത്തവർക്ക് കാണിച്ചു കേട്ടോ. സാധനം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വളച്ച് ഇങ്ങനെ പിടിക്കുക, അത് കുളത്തി എടുക്കുക, ഇവിടെ വയ്ക്കുക. ഇതാ ഇങ്ങനെ വയ്ക്കുക. ഇതിങ്ങനെ 1 2 3 4 5 6 ഒരു 6-7 ചുറ്റങ്ങൾ ചുറ്റുക. ഇത് ഈ ഭാഗം കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. ഇപ്പോൾ കണ്ടോ ഒരു കട്ടായി. ഇത് മേലക്ക് നീക്കിയിട്ട് കടിച്ചിട്ട് ടൈറ്റാക്കുക. എന്നിട്ട് ഇതാ പോളായി കേട്ടോ. ഒറ്റ കഷ്ണം എടുക്കണുള്ളൂ, ചെറിയ ഇതല്ലേ. ഇതിങ്ങനെ എടുക്കുക, കൈ കൊണ്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ടൊരു അത്യാവശ്യം തയ്യ നീളൊക്കെ വെച്ചിട്ട് ഇതും കടിച്ച് മുറുക്കുക. ഞാനുള്ള കോർക്കട്ടോ. നല്ല കനത്തിൽ കോർത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുവരും കേട്ടോ. ധ്യേന പോയിട്ട് അവിടെ കൊണ്ടിടും. വൃത്തിക്ക് കോർക്കുന്നുണ്ട്. ഒരു ഞാഞ്ഞൾ മൊത്തമൊക്കെ നമ്മളിതിൽ കയറ്റിട്ടോ ഉണ്ടയായിട്ട് ഇരിക്കണം. അപ്പോൾ ഈ സിലോപ്പിയും മഞ്ഞിലൊക്കെ ഉണ്ടെന്ന് ഞാൻ വന്ന് നിൽക്കും കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ സാധനമില്ലതാ ഇത് എറിഞ്ഞിടും. എന്നാൽ പോയി എറിഞ്ഞിട്ടുള്ളതാ. അമ്മാനൊരു പരലിനെ കയറ്റിയിരിക്കുന്നു. വഴുക്കണ്ട കേട്ടോ. അല്ല വഴിക്ക ഇവിടെ വലിയ കുണ്ടൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ നടന്നാട സ്ഥലം തന്നെയാണ്. എന്നാലും വഴുക്കണ്ട നോക്കുക. ഒലിവിക്ക് പോണ്ട. ആ മതിയാ കേട്ടോ. ഇനി ടൈറ്റാക്കി വെച്ചോ. വേണ്ടാണ്ടോ ഒറ്റ എറികൊണ്ടേ ഉള്ളൂ. നമ്മുടെ എറികൊണ്ടേ കാണാണ്ടായി കേട്ടോ. ഒരു മഴക്കാലം വന്നപ്പോഴേക്ക് എറികൊണ്ടേ കാണാതായി. എന്നാ പോരെ ടൈറ്റാക്കി വെച്ചോട്ടോ. സഹായി കേട്ടോ. നമുക്ക് ഞാനുള്ള കോർത്തിട്ടാണ്. ഇന്നലത്തെ മാതിരല്ല കേട്ടോ. ഇന്ന് കൊത്ത് വളരെ അത് പറഞ്ഞൊരു കൊത്തെറ്റി എന്തോ കൊത്തണുണ്ട്. ഇന്ന് അച്ഛനെ കൊടുന്നേ കൊണ്ട് കൊത്ത് കുറവാ. ആ കയറും ആട്ടോ നമ്മുടെ പാലം. നമ്മൾ സ്കോർ ചെയ്തിട്ടോ. സിലോപ്പി കുട്ടി നല്ല കണ്ടന്റ് കാണാം. നമുക്ക് പറ്റെങ്കിൽ കൊണ്ടിട്ട് ഓസ്കാറിൻ്റെ ഒപ്പം. ഇന്നലെ ഒരു ചേറാനിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വരും. ഓ സിലോപ്പി അല്ല സിലോപ്പി. അച്ഛനൊരു സ്രാവ് കയറിയുന്നു. മീനുണ്ടോ? ആ മീനുണ്ടല്ലോ അതില്. ആ മീനുണ്ടേ. ആ അജ് കണ്ടു. അത് മഞ്ഞോട്ടോ മീൻ അതിലുള്ളത് കണ്ടത്. അതിൽ സിലോപ്പി ഉണ്ട്. ഇല്ലല്ല നമുക്ക് ഒരേ സൈസുള്ള 2 സിലോപ്പി ആയിപ്പോ. ഇല്ല ഞാൻ പിടിച്ചാ വലുത്. അതെ അതെ. ഇനി അമ്പലപ്രാവ് ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അമ്പലപ്രാവിന് എത്ര റുപ്യയുടെ? 20 റുപ്യ. ഒരു അമ്പലപ്രാവിന് 20 റുപ്യ. അത് തന്നെ പിടിക്കണതാട്ടോ. എന്നിട്ട് ബിസിനസ് കാണിക്കേ വലുപ്പമുണ്ടോ? കണ്ണനാ ചേറാനാ? ഇട്ടോ നമ്മുടെ എന്താ ഫസ്റ്റ് സ്നേക്ക് ഹെഡ്. ഇന്നലെ ചേറാനാണെങ്കിൽ ഇന്ന് കണ്ണൻ. ആ ഇട്ടപ്പോഴേക്കൂടെ കൊത്തി. അപ്പോൾ അച്ചു സ്കോർ ചെയ്തു. സിലോപ്പി മാനാഫൊന്ന് കാണിച്ചാടാ. ആ അതാണ് ഇപ്പോൾ കിട്ടിയാൽ വലിയ സിലോപ്പി. ആ കുഴപ്പമില്ല. അവന് 3ാമത്തെ സിലോപ്പിയാണ്. അങ്ങനെ കിട്ടിയല്ലോ കരുതിയിരിക്കായിരുന്നു. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം കേട്ടോ. പൂട്ട പള്ളത്തിന്നൊക്കെ പറയും. നമ്മുടെ മീൻകുട്ടം കൊളാക്കി. നമ്മൾ അനിയൻകുട്ടനും സ്കോർ ചെയ്തിട്ടോ. അനിയൻകുട്ടനും സിലോപ്പി. നമ്മൾ കിട്ടിയ മീനുകൾ. അടുത്ത സിലോപ്പി. ഇന്ന് മൊത്തം നമുക്ക് സിലോപ്പി ആയിട്ടോ കിട്ടണത്. ഇന്നിപ്പോൾ പരലാണ്. പരലില്ല പറഞ്ഞപ്പോൾ പരലിനാണ് കിട്ടി. വീണ്ടും അനിയൻകുട്ടൻ സ്കോർ ചെയ്തു. അനിയൻകുട്ടാ ഊരടാ ഊര് മൊത്തം ഈ സൈസായിട്ടുണ്ട്. ചെറിയതാണ്, ചെറിയ വലുപ്പല്ലേ ഒക്കെ. അതെ ഇവരൊരു കൂട്ടായിട്ട് വന്നെന്നാ തോന്നുന്നു കേട്ടോ. മൊത്തം സിലോപ്പി കിട്ടണേ. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കണ്ണമ്മീൻ വന്ന് പോയിട്ടോ. അവിടെ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ. ഇല്ലല്ലേ വീഡിയോ ആണോ? ആ അതാണ്ടോ സിലോപ്പി. പരല്
ഞാനവിടെ സ്കോർ ചെയ്ത് തന്നെ എന്നിട്ട് ഒന്ന് ഊരിക്കാ കാണിച്ചടാ. അവന് വലിയൊരു സിലോപ്പി കാണിക്ക വലുതല്ലാട്ടോ ചെറുതന്നെ. ആ ഉണ്ടേക്കാ ചേറാൻ അച്ചൂരാ തട്ടിയത്. നല്ല മഴ കേട്ടോ. ആ പൊതളം വിട്ടിട്ട് മീൻ കൊണ്ടുപോയിണ്ടേ. നമ്മള് 4 ആളി കൊണ്ടുള്ളില്ലാട്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടു. ചേറാണ്ടോ കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ട്. 200 ഗ്രാം കുട്ടി തന്നെയാണ് കുട്ടി. മഴ പോയിട്ട് അടിപൊളി വെയിലാണ് വന്നിട്ടോ. ഓ കണ്ട അവിടെ എപ്പോഴും മൊത്തം മഴക്കാറാണ് അല്ലേ. അയ്യോ ഇവിടെ മാത്രമേ ഉള്ളൂ വെയില്. എന്നിട്ട് നമ്മൾ അനിയും കൊണ്ടിട്ട് സിലോപ്പി എന്നത് കിട്ടാനുണ്ടോ. മെയിന് വന്നിട്ടോ. മെയിന് പരിയാനം പറ്റാൻ അമ്പലത്തിൽ പോയിണ്ടായിരുന്നു. ഇപ്പൊ വന്നു. ഇനി വെറും പിടുത്താണ്. മനാഫാണെന്ന് ലീഡ് ചെയ്യണത്. എത്രാമതാടാ? 5ാമത് സിലോപ്പി. അപ്പൊ വീണ്ടും സ്കോർ ചെയ്തു. മനു വീണ്ടും സ്കോർ ചെയ്തു. അജ്ജ് മെയിൻ തന്നെയാണ് സിലോപ്പിനെ കേട്ടോ. കണ്ണം വന്നിട്ടൊന്നും കിട്ടിയില്ല. അനിയൻകുട്ടിനൊരു 3 സിലോപ്പി. എനിക്ക് പിന്നെ കുറെ കിട്ടിയോണ്ട് എണ്ണിയില്ല. നമുക്ക് ചാറാന് നമുക്ക് വീണ്ടും സിലോപ്പി. വെറും സിലോപ്പിയും തന്നെ ഉള്ളൊന്ന്. അല്ല അതെങ്കിലും കിട്ടുണ്ടല്ലോ. അത് കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. കണ്ണ വല്ല നടക്കുവോ? വെയിൽ ബേച്ചറിന്റെ കായക്കോടനെ തീർക്കില്ലേ. വീണ്ടും സിലോപ്പി. ഇതാ മക്കാട്ടെ. ചെക്കന്മാരൊക്കെ ഫോം ഔട്ടായി. അച്ചൊക്കെ ഫീൽഡ് ഔട്ടായി. ഓ കണ്ണ എന്തെങ്കിലും നടക്കുവോ? കൊത്തുണ്ടോ? കുറച്ചൊന്നും നേരെ ഈ കണ്ണ വേണ്ട ഇത്രയായിട്ട് മീൻ കിട്ടിയിട്ടില്ലേ. ഇവിടെ ഈ വരണ മൊത്തം ഉറവ കേട്ടോ. കണ്ടോ അതിങ്ങനെ പോയില്ലൊന്ന് ചേരും. പുഴ നേരെ പോയി കടലിൽ പോയി ചേരും. പുഴ കടലിലല്ലാണ്ട് എവിടെ ചേരുക? ജെ സ്കൂളിലാണ് പഠിക്കണ്. VRUP സ്കൂള് വെറുപ്പ് സ്കൂളില്. കാല് കാണിച്ചിട്ടോ നല്ല രസമായിരുന്നു. ചാണത്തിൽ ചോട്ടില്ലേ. അവിടുത്തെ കാല് പിന്നെ എന്നും ചാണത്തിലാണ്. നല്ല ചളി കൂടെ പോയതാട്ടോ ഇതിനെ. കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു വേടന ലുക്കില്ലേ. പെണ്ണുങ്ങളെ വെച്ചേ. ആ കുറച്ച് ബക്കറ്റ് കാണിച്ചാൽ എത്ര കിട്ടണോ കേട്ടെ. ഇഷ്ടം പോലെയാണ്. കുറുവാപ്പാർലേനെ കിട്ടിനോട്ടോ. അപ്പം കാണിച്ചു തരാട്ടാ. വാവ് കണ്ണനെ കയറ്റിട്ടോ. കണ്ണനോട് കയറ്റി. ചെക്ക മീൻ കിട്ടാണ്ടിരിക്കായിരുന്നു. വേണ്ടല്ലേ ഫോമായി. വൈകുന്നേരം ഫോമായി. കിട്ടിയ മീനോള് ഒന്ന് കൈയിട്ട് കാണിച്ചു കൊടുത്താ വെള്ളം മരിച്ചാൽ നേരെ കാണും. ചേറാൻ കിടക്കണേ. ചേറാൻ കണ്ണൻ സിലോപ്പി പരല്. അധികം സിലോപ്പി കേട്ടോ. ഒരു 10 സിലോപ്പി ഉണ്ടാവും. നമ്മളന്നത്തെ മീൻ പിടുത്തം കഴിഞ്ഞു. ഇന്ന് ചെക്കന്മാരൊക്കെ മീൻ പിടിച്ച് കുഴങ്ങി. മഴ കൊണ്ടിട്ടും കുഴങ്ങി. മഴ അല്ലാതെ കൊണ്ടിട്ടില്ല. നല്ല പെയ്തായിരുന്നു. അപ്പോൾ ഓക്കെ.